നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് നന്ദി അറിയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചിരിക്കുന്നത്. 75ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി എത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് ഇക്കാര്യങ്ങൾ മോദി അറിയിച്ചത്. സമൂഹമാധ്യമമായ എക്സിലൂടെ ഇന്ത്യയിലെത്തിയതിന്റെയും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തതിന്റെ വീഡിയോ അടക്കം മാക്രോണും പങ്കുവച്ചിരുന്നു. ഇതിനു മറുപടിയായിട്ടായിരുന്നു പ്രധാനമന്ത്രി പോസ്റ്റ് പങ്കുവച്ചത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അങ്ങയുടെ സന്ദർശനം ഇന്ത്യക്ക് കിട്ടിയ ബഹുമതിയാണ്. നിങ്ങളെ സ്വീകരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ സന്ദർശനവും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ പങ്കാളിത്തവും തീർച്ചയായും ഇന്ത്യ ഫ്രാൻസ് സൗഹൃദം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഇന്ത്യയിലെത്തിയതിന്റെയും ജയ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റോഡ് ഷോ നടത്തിയത് ഉൾപ്പെടെയുള്ള റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളായിരുന്നു മാക്രോൺ പങ്കുവച്ച വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നടന്ന വിശേഷപ്പെട്ട യാത്രയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം എന്ന അടിക്കുറിപ്പോടെയായിരുന്നു അദ്ദേഹം വീഡിയോ പങ്കുവച്ചത്. ഇന്ത്യ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ ഫ്രാൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നും വീഡിയോയിലൂടെ മാക്രോൺ വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ ഫ്രാൻസ് രാജ്യങ്ങൾക്കിടയിൽ ഭീകരവാദത്തിനെതിരെ വളർന്നുവരുന്ന സഹകരണത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വളർന്നുവരുന്ന ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെയും രഹസ്യാന്വേഷണ സഹകരണത്തെയും അഭിനന്ദിക്കുന്നുണ്ടെന്ന് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഭീകരവാദത്തിനെതിരെ ഏജൻസി തലത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഗാർഡും ഫ്രാൻസിന്റെ GIGയും തമ്മിലുള്ള സഹകരണം നിയമാനുസൃതമാക്കുന്നതിനെയും ഇരു രാജ്യങ്ങളും സ്വാഗതം ചെയ്തു. ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തെ തുടർന്നായിരുന്നു സംയുക്ത പ്രസ്താവന നടത്തിയത്. രാജ്യ അതിർത്തികളിലെ തീവ്രവാദത്തെ അടക്കം ഇരു നേതാക്കളും അപലപിച്ചു. ആഗോള ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും ഇരു നേതാക്കളും ആഹ്വാനം ചെയ്തു. ഭീകരവാദ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായും ആസൂത്രണപരമായും പിന്തുണയ്ക്കുന്നവർക്കും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു രാജ്യവും സുരക്ഷിത താവളം ഒരുക്കരുതെന്നും കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തെ ഇരു നേതാക്കളും അപലപിച്ചു. ഇസ്രായേൽ ജനതയ്ക്ക് ഇരു രാജ്യങ്ങളും പിന്തുണ അറിയിച്ചു. വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള മാനുഷിക പരിഗണന ആവശ്യമെന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.